ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി ബോട്ടണി, ടേസ്റ്റി ബോട്ടണി. അപ്പം നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കിങ്ഡം മൊനീറ വരെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് അല്ലേ. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് കിങ്ഡം. അപ്പോൾ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. വളരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അധികം റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളടുത്ത്. അതായത് നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ള നിർബന്ധത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. ബ്രീഫായിട്ടാണ് ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ ടൈം ഒരുപാട് മൊബൈലിൻ്റെ മുകളിൽ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ കിങ്ഡം പ്രോട്ടിസ്റ്റ നോക്കൂ, ഓൾ ഓർ യൂണിസെല്ലുലാർ ആൻഡ് യൂകാരിയോട്ടിക്. കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ യൂണിസെല്ലുലാർ ആണ്, ഒരൊറ്റ സെല്ലേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. ആൻഡ് ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു യൂകാരിയോട്ടിക് ആണ്. യൂകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കിങ്ഡം മൊനീറയിൽ അവയ്ക്ക് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, അവ മാത്രമേ പ്രോകാരിയോട്ടിക് ഉള്ളൂ. ബാക്കിയെല്ലാം മക്കള് യൂകാരിയോട്ടിക് ആണ്. ആൻഡ് ദെൻ ഇവിടെ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ദേ ആർ മോസ്റ്റ്ലി അക്വാട്ടിക്. അവ എന്താണ്, വെള്ളത്തിൽ ജീവിക്കുന്നവരാണ്. ദേ ക്യാൻ ലിവ് ഇൻ മോയിസ്റ്റ് പ്ലേസസ് അല്ലേ, നനവുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൽ ഒക്കെയാണ് ഈ കിങ്ഡം പ്രോട്ടിസ്റ്റ് ജീവിക്കുന്നത്. ദെൻ ഇനി നോക്കൂ, ദേ ഫോംസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആനിമൽസ് ആൻഡ് ഫഞ്ചി. പ്ലാന്റുകൾക്കും ആനിമൽസിൻ്റെയും ഒക്കത്തിൻ്റെയും ക്യാരക്ടർ കാണിക്കുന്നത് കൊണ്ട് ദേ ഫോം എ ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആനിമൽസ് ആൻഡ് ഫഞ്ചി അല്ലേ. പ്ലാന്റും ആനിമലും ഫംഗസ് ഒക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻ ലിങ്ക് ആണ് ആര്, നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ. Then the cell contain nucleus and membrane bound cell organelles അല്ലേ. സെല്ലിലെ ന്യൂക്ലിയസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു യൂകാരിയോട്ടിക് ആയതുകൊണ്ട് സെല്ലുകൾക്ക് ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള മറ്റു സെൽ ഓർഗനൽസ് എല്ലാം ഉണ്ട്. ആൻഡ് ദേ റീപ്രൊഡ്യൂസ് സെക്ഷലി ആൻഡ് അസെക്ഷലി. അവയ്ക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ്. ദെൻ ഇനി നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ 5 ഗ്രൂപ്പുകളാണുള്ളത്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ 5 ഗ്രൂപ്പുകളാണുള്ളത്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് മക്കളെ. ഒന്നാമത്തെ ഗ്രൂപ്പ് ക്രൈസോഫൈറ്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് ക്രൈസോഫൈറ്റ്സ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഗ്രൂപ്പുകൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ കിട്ടണം ക്രൈസോഫൈറ്റ്സ്. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ് ഡൈനോഫ്ലെജല്ലേറ്റ്സ്. മൂന്നാമത്തെ ഗ്രൂപ്പ് യൂഗ്ലിനോയിഡ്സ്. 4 സ്ലൈമോൾസ്. 5 പ്രോട്ടോസോൺസ്. ഇങ്ങനെ 5 ഗ്രൂപ്പുകളാണ് നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ളത്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലെജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോൾസ് ആൻഡ് പ്രോട്ടോസോൺസ്. ഇനി നോക്കൂ, നമുക്ക് ഇതേപോലൊരു കൺഫ്യൂഷൻ വരും. ഈ പ്രോട്ടോസോൺസിനെ തന്നെ നമ്മൾ 5 ഗ്രൂപ്പുകൾ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 4 ഗ്രൂപ്പുകളായിട്ട് കേട്ടോ. പ്രോട്ടോസോണ് ഒന്ന് അമീബോയിഡ് പ്രോട്ടോസോൺ. എന്താണ് അമീബോയിഡ് പ്രോട്ടോസോൺ. രണ്ടാമത്തത് സീലിയേറ്റഡ് പ്രോട്ടോസോൺ. സീലിയേറ്റഡ് പ്രോട്ടോസോൺ. മൂന്നാമത്തത് ഫ്ലെജല്ലേറ്റഡ് പ്രോട്ടോസോൺ. ഫ്ലെജല്ലേറ്റഡ് പ്രോട്ടോസോൺ. നാലാമത്തത് സ്പോറോസോൺസ് കേട്ടോ, സ്പോറോസോൺസ്. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞ, ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്ക് നമ്മൾ ഇത്രയും ഗ്രൂപ്പുകളുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലെജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോൾസ് ആൻഡ് പ്രോട്ടോസോൺ. അതിൽ തന്നെ ഈ പ്രോട്ടോസോൺസിനെ പിന്നെയും 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അമീബോയിഡ് പ്രോട്ടോസോൺ,
ciliated protozoan, flagellated protozoan and sporozoans, right? Okay, and then ഇനി നമുക്ക് ഇത് നോക്കൂ, സോ ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല ഭംഗിയുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. അതിലെ ആദ്യത്തെ ഗ്രൂപ്പ് ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച്? 1 ക്രൈസോഫൈറ്റ്സ്, 2 ഡൈനോഫ്ലിജല്ലേറ്റ്, 3 യൂഗ്ലിനോയിഡ്സ്, 4 സ്പോറോസോൺസ് അല്ലേ. ദെൻ അതിലെ ക്രൈസോഫൈറ്റ്സ് ആണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. നേരത്തെ കണ്ട ചിത്രം ക്രൈസോഫൈറ്റ്സ് ആയിരുന്നു അല്ലേ. നോക്കൂ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗേ ഡെസ്മിഡ്സ്. അതിൽ ഏതൊക്കെയുള്ള? ഡയാറ്റംസും ഉണ്ട്, ഡെസ്മിഡ്സ് ഉണ്ട്. ഗോൾഡൻ ആൽഗേ എന്ന് പറയുന്ന ആൽഗേ ഇതിലാണ് വരുന്നത്? ഈ ക്രൈസോഫൈറ്റ്സിലാണ്. Okay, and then they found in fresh water or marine water. Fresh wateril കാണുന്നുണ്ട്, marine waterലും കാണുന്നുണ്ട്. ദെൻ ഇപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രൊട്ടിസ്റ്റ ഒക്കെ എന്താണ്? അക്വാട്ടിക് ആയിട്ടുള്ള വെള്ളത്തിൽ കാണുന്ന ഓർഗാനിസംസ് ആണ് അല്ലേ. ദെൻ ദേ ആർ മോസ്റ്റ്ലി മക്കളെ പ്ലാങ്ക്ടോണിക് ഓർ പാസീവ് സ്വിമ്മേഴ്സ്. പ്ലാങ്ക്ടോണിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി ഒഴുകൂലേ, അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക? പ്ലാങ്ക്ടോണിക് എന്ന് പറയാം. അപ്പോൾ ഇവ എന്താണ്? പ്ലാങ്ക്ടോണിക് ആണ്. ആൻഡ് ദെൻ ദേ ആർ ഫോട്ടോസിന്തസിസ് നടത്തുന്ന ഓർഗാനിസംസ് ആണ്. ഇനി ഇവിടെ നോക്കൂ, their cell walls overlap to feed together like a soap box. അവരുടെ സെൽ വാൾ ഇങ്ങനെ ഒരു സോപ്പ് പെട്ടിയുടെ പോലെയാണ് ഉണ്ടാവുക. their cell walls overlap to feed together like a soap box അല്ലേ. സോപ്പ് ബോക്സ് പോലെയാണ് അവയുടെ സെൽ വാൾ ഉള്ളത്. ദെൻ ഇനി നോക്കൂ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടീച്ചർ പറയാൻ പോകുന്ന. ദ സെൽ വാൾ കണ്ടെയ്ൻസ് സിലിക്ക. അവിടെ സെൽ വാളിൽ സിലിക്കയുടെ ഡെപ്പോസിഷൻ ഉണ്ട്. സെൽ വാളിൽ സിലിക്ക ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് ഇൻഡിസ്ട്രക്റ്റബിൾ. എന്ത് ചെയ്യാൻ? പൊട്ടിക്കാൻ പറ്റില്ല അല്ലെ, അത്ര സ്ട്രോങ് ആണ് അവിടെ സെൽ വാള്. അവയിൽ സെൽ വാളിൽ സിലിക്ക ഉണ്ട്. ആൻഡ് their accumulation forms diatomaceous earth. അവയുടെ അക്യുമുലേഷൻ എന്താണ്? ഡയാറ്റമേഷ്യസ് earth എന്നാണ് പറയാ. ഇവയുടെ അക്യുമുലേഷൻ അതായത് ഈ വെള്ളത്തിലില്ലേ നിറയെ ഡയറ്റംസ് ഉണ്ടാകും. ഈ ഡയാറ്റംസിന്റെ ഡെത്ത് ആൻഡ് ഡീക്കേ നടന്നു കഴിഞ്ഞാൽ, അവ മരിച്ചുപോയി കഴിഞ്ഞാൽ, ചത്തുപോയി കഴിഞ്ഞാൽ, അവയുടെ സെൽ വാള് സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് അത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു, നശിക്കാതെ അവിടെ കിടക്കും. അപ്പോൾ അത് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു പാറ പോലെ താഴെ അടിഞ്ഞുകൂടും. അതിന് പറയുന്ന പേരാണ് മക്കളെ ഡയറ്റമേഷ്യസ് എർത്ത്. അക്യുമുലേഷൻ ഓഫ് എന്താണ്? സെൽ വാൾ അല്ലേ. അവിടെ സിലിക്കയുടെ ഈ അക്യുമുലേഷൻ, ഈ ഡെപ്പോസിഷനാണ് നമ്മൾ എന്ത് പറയുക? ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുക. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഡയാറ്റംസിൻ്റെ സെൽ വാളിൻ്റെ അക്യുമുലേഷന് പറയുന്ന പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. വാട്ട് ആർ ഇറ്റ്സ് യൂസസ്? അതിൻ്റെ 2 യൂസുകൾ എഴുതാൻ വേണ്ടി എപ്പോഴും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പോളിഷിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്. ഫിൽട്രേഷന് വേണ്ടിയിട്ടും പോളിഷിങ്ങിന് വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്? ഡയറ്റമേഷ്യസ് എർത്ത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഓഷ്യനിലെ ഏറ്റവും വലിയ ചീഫായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, അതായത് ഫോട്ടോസിന്തസിസ് നടത്തുന്നവർ മക്കളെ ആരാണ്? നമ്മുടെ ഡയാറ്റംസ് ആണ്. അപ്പോൾ ക്രൈസോഫൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് ഡയറ്റംസും ഡെസ്മിഡ്സും ആണ്. അതിൽ ടീച്ചർ പറഞ്ഞു ഏറ്റവും
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നതിൽ ഡയറ്റമീഷ്യസ് എർത്താണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇവിടെ സെൽ വാളിൽ സിലിക്കയുടെ ഡെപ്പോസിഷൻ ഉണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ അവയുടെ യൂസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഓക്കെ. അപ്പോൾ അടുത്ത ഗ്രൂപ്പ് ഏതായിരുന്നു? നമ്മൾ ക്രൈസോഫൈറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഗ്രൂപ്പ്, അത് ഓർമ്മയുള്ളവരൊന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്രൈസോഫൈറ്റ്സ്. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പാണ് മക്കളെ ഡൈനോഫ്ലെജല്ലേറ്റ്സ്. പേരിൽ തന്നെയുണ്ട് അല്ലേ, ഡൈനോഫ്ലെജല്ലേറ്റ്. 2 ഫ്ലെജല്ലേകൾ ഉള്ളവരാണ് നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡൈനോഫ്ലെജല്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ 2 ഫ്ലെജല്ല ഉണ്ട് അല്ലേ. ഡൈനോഫ്ലെജല്ലേറ്റിന് 2 ഫ്ലെജല്ല ഉണ്ട്. ദെൻ ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് കാണുന്നു, ഒന്ന് ട്രാൻസ്വേഴ്സ് ആയിട്ടും കാണുന്നു. 2 ഫ്ലെജല്ലകളുള്ള ഗ്രൂപ്പാണ് ഡൈനോഫ്ലെജല്ലേറ്റ്. ആൻഡ് ദീസ് ഫ്ലെജല്ല പിന്നെ ഓർഗാനിസംസ് ആർ മെറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. മെറൈൻ ഓർഗാനിസംസ് ആണ്, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആണ്. ദെൻ ഇവിടെ സെൽ വാളാണ്. സെൽ വാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഉണ്ട്. അതിൻ്റെ സെൽ വാള് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെൽ വാളിന് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഉണ്ട്. ഇനിയാണ് ഡൈനോഫ്ലെജല്ലേറ്റിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നല്ല കളർഫുൾ ആയിട്ട് കാണുന്ന പ്രോട്ടീസ്റ്റ് ആണ് ഡൈനോഫ്ലെജല്ലേറ്റ്സ്. മക്കളെ, ദേ അപ്പിയേഴ്സ് യെല്ലോ, ഗ്രീൻ, ബ്രൗൺ ഓർ ബ്ലൂ എല്ലാ കളറിലും കാണുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ട് നമ്മൾ ഈ പല വീഡിയോസിലും കാണാം. നല്ല പല കളറുള്ള വെള്ളം ഒഴുകുന്ന പുഴകളൊക്കെ ഉണ്ടാവും അല്ലേ. ഒന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ പിഗ്മെൻറ്റുകളുടെ അതൊക്കെ ഡൈനോഫ്ലെജല്ലേറ്റ്സിൻ്റെ അക്യുമുലേഷൻ ഉണ്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പിഗ്മെൻറ്റുകളുടെ കളറിനനുസരിച്ചിട്ട് ഇവ നല്ല കളർഫുള്ളായിട്ട് യെല്ലോ കാണുന്നുണ്ട്, ഗ്രീൻ കാണുന്നുണ്ട്, ബ്രൗൺ കാണുന്നുണ്ട്, ബ്ലൂ കാണുന്നുണ്ട്. ഇനി നോക്കൂ മക്കളെ, ഒരു റെഡ് ഡൈനോഫ്ലെജല്ലേറ്റ് ഗോണിയാലക്സ് ഫോം റെഡ് ടൈഡ്. റെഡ് ടൈഡുകൾക്ക്, റെഡ് ടൈഡിന് കാരണമായിട്ടുള്ള ഓർഗാനിസം എപ്പോഴും ചോദിക്കാറുണ്ട്. റെഡ് ഡൈനോഫ്ലെജല്ലേറ്റ് ഗോണിയാലക്സ് ആണ്. എന്താണ് റെഡ് ടൈഡ് എന്ന് പറഞ്ഞാൽ? ചെങ്കടൽ പോലെയൊക്കെ അല്ലേ. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഓർഗാനിസം എന്താണ്? ഗോണിയാലക്സ് ആണ്. അത് വരുന്നത് ഡൈനോഫ്ലെജല്ലേറ്റുകളിലാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വളരെ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രം അല്ലേ, അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും യൂഗ്ലീന അല്ലെങ്കിൽ റെഡ് ഡൈനോഫ്ലെജല്ലേറ്റ് എന്നൊക്കെ അല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഡയഗ്രം നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ബോട്ടണിയൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രം നിങ്ങൾക്ക് ഫെമിലിയർ ആവണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞു കളർഫുൾ ആയിട്ട് കാണുന്ന പ്രോട്ടിസ്റ്റുകളാണ് ഡൈനോഫ്ലെജല്ലേറ്റ്. റെഡ് ടൈഡിന് കാരണമായിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. നോക്കൂ, വാവ്, റെഡ് ടൈഡ് നോക്കൂ അല്ലേ. ഇത് നമ്മുടെ ഗോണിയാലക്സ് ആണ്. അത് വരുന്നത് ഡൈനോഫ്ലെജല്ലേറ്റ് ഗ്രൂപ്പിലാണ്. ഇനി അടുത്ത ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സ് നിങ്ങൾക്കൊക്കെ അറിയാം. യൂഗ്ലീനിനെ പരിചയമില്ലാത്തവരുണ്ടാവില്ല അല്ലേ. നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, യൂഗ്ലീന പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും സ്വഭാവം കാണിക്കുന്നുണ്ട്. നോക്കൂ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഈ ഓർഗാനിസംസ് ഒക്കെ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ യൂഗ്ലിനോയിഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. യൂഗ്ലിനോയിഡ്സ് ആർ മോസ്റ്റ്ലി മക്കളെ ഫ്രഷ് വാട്ടറിലാണ് കാണുന്നത്. ആൻഡ് ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ, ഇങ്ങനെ നല്ല അനങ്ങാണ്ട് നിൽക്കുന്ന വെള്ളത്തിലൊക്കെ കാണുന്നുണ്ട്. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ ദേ ഹാവ് പ്രോട്ടീൻ റിച്ച് ലെയർ പെല്ലിക്കിൾ. സെൽവാളിന് പകരം അതിൻ്റെ ബോഡിയിൽ എന്താ കാണുന്നത്? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ പെല്ലിക്കിളാണ് കാണുന്നത്. വിച്ച് മേക്സ് ദ ബോഡി ഫ്ലെക്സിബിൾ. ഈ ഓർഗാനിസത്തിന് ഇങ്ങനെ നല്ല ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റാനുള്ള കാരണം അതിൻ്റെ
ബോഡി ഉണ്ടാക്കിയിട്ടുള്ള സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെൽ വാൾ കൊണ്ടാണ്. ഇവയ്ക്കും ദേ ഹാവ് ടു ഫ്ലെജല്ല, വൺ ഷോർട്ട് ആൻഡ് വൺ ലോങ്. 2 ഫ്ലെജല്ല ഉണ്ട്, ഒന്ന് ഷോർട്ടാണ്, ഒന്ന് ലോങ് ആണ്. ഇനി യൂഗ്ലിനോയിഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ആരെയും ഡിപ്പെൻഡ് ചെയ്യൂല, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കും. പക്ഷേ സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ജീവിക്കണ്ടേ? ദേ ബിക്കം ഹെറ്ററോട്രോഫിക് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് സൺലൈറ്റ്. സൺലൈറ്റ് കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായി മാറും? ഹെറ്ററോട്രോഫിക് ആയിട്ട് മാറും. ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. യെസ്, അപ്പം നമ്മൾ യൂഗ്ലിനോയിഡ്സിൽ പറഞ്ഞു അതിൻ്റെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെല്ലിക്കിൾ കൊണ്ടാണ്. അവയ്ക്ക് ഫോട്ടോസിന്തറ്റിക്കുമാണ്, ഹെറ്ററോട്രോഫിക്കുമാണ് അല്ലേ. അവിടെ 2 സ്വഭാവം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എക്സാമ്പിൾ യൂഗ്ലീന. അപ്പം നമ്മൾ ഓരോന്നിൻ്റെ ടീച്ചർ പറഞ്ഞു എക്സാമ്പിൾസ് നിങ്ങൾ നോക്കണം. ക്രൈസോഫൈറ്റ്സിൻ്റെ എക്സാമ്പിൾസ്, ഡൈനോഫ്ലെജല്ലേറ്റിൻ്റെ എക്സാമ്പിൾ, യൂഗ്ലിനോയിഡ്സിൻ്റെ എക്സാമ്പിൾ, ഇതൊക്കെ നോക്കി വെക്കാം. യെസ്, ഓക്കെ. ദെൻ ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പാണ് സ്ലൈമോൾസ്. വാവ്, സ്ലൈം നമ്മൾ ഈ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറില്ലേ സ്ലൈമുകൾ? കേട്ടോ, നല്ല ഭംഗി. വാവ്, സ്ലൈമോൾസ്. അടുത്ത ഗ്രൂപ്പ് സ്ലൈമോൾസ് ആണ്. സ്ലൈമോൾസ് ആർ മക്കളെ, സ്ലൈമോൾസ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. ഓക്കെ, സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ഓർഗാനിസംസിനെ ഭക്ഷണമാക്കുന്നവരാണ് സാപ്രോഫൈറ്റുകൾ. ദ ഡിപ്പെൻഡ് ഡെഡ് ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ് അല്ലേ. അപ്പോൾ നമ്മൾ ജീവജാലങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ, ചെടികളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലൊക്കെ ജീവിക്കുന്ന പ്രോട്ടിസ്റ്റുകളാണ് നമ്മുടെ സ്ലൈമോൾസ്. ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. Then ഇവിടെ ബോഡി മൂവ്സ് അലോങ് ഡിക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ്. അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ എന്ത് ചെയ്യും? അവിടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യും. ദെൻ ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ ദേ അഗ്രിഗേറ്റ് ടു ഫോം പ്ലാസ്മോഡിയം. ഫേവറബിൾ കണ്ടീഷൻ ആയാൽ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് പോവും. ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കും കേട്ടോ. ഫേവറബിൾ കണ്ടീഷൻ അവർക്ക് അനുകൂല സാഹചര്യങ്ങളാണെങ്കിൽ. ബട്ട് അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിലോ പ്ലാസ്മോഡിയം ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബെയറിംഗ് സ്പൂസ് അറ്റ് ദെയർ ടിപ്പ്. അൺഫേവറബിൾ കണ്ടീഷനാണ്, ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകും, അതിൻ്റെ മുകളിൽ സ്പോറുകൾ ഉണ്ടാകും. ആൻഡ് ദെൻ spores have true cell wall which are extremely resistant and survive for many years. പിന്നെ ഈ സ്പോർസ് എന്ത് ചെയ്യുമ്പോൾ ഫേവറബിൾ കണ്ടീഷനിൽ പുതിയൊരു ബോഡി ആയിട്ട് മാറും. ദെൻ അവിടെ സ്പോറുകൾ എത്ര കാലം വേണമെച്ചാൽ നോക്കോട്ടോ, ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോറുകളാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്ലൈമോൾസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ ഇനി അടുത്തതാണ് നമ്മുടെ പ്രോട്ടോസോൺ. കഴിഞ്ഞ ഇതിൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു പ്രോട്ടോസോൺ. പ്രോട്ടോസോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ, നേരത്തെ നമ്മൾ സാപ്രോഫൈറ്റ് അല്ലേ സ്ലൈമോൾസിന് പറഞ്ഞ്, എസ് ഞാൻ ഓർത്ത് വെച്ചാൽ മതി. യെസ്, ഓക്കെ. ദേ ആർ യൂണിസെല്ലുലാർ ഹെറ്ററോട്രോഫ്സ്. ഒറ്റ സെല്ലേ ഉള്ളൂ, ഹെറ്ററോട്രോഫ്സ്. പിന്നെയും പറയാം ഹെറ്ററോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. അതിനാണ് നമ്മൾ ഹെറ്ററോട്രോഫ്സ് എന്ന് പറയാം. ഇവയ്ക്ക് ക്ലോറോഫിൽ ഉണ്ടാവില്ല. ദെൻ ദേ ലിവ് ആസ് പ്രെഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്. പ്രെഡേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇരവിടിയന്മാർ അല്ലേ, പ്രെഡേറ്റർ ആയിട്ട് മാറും. ദെൻ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ദേ ഡിപ്പെൻഡ് ലിവിങ് ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്. ലിവിങ് ഓർഗാനിസത്തിൽ ജീവിക്കുന്നവരാണ് ആര്? പാരസൈറ്റുകൾ അല്ലേ? നമ്മുടെ തലയിലുള്ള പേൻ ഒരു പാരസൈറ്റാണ് അല്ലേ? അപ്പോൾ ഇവ പ്രോട്ടിസ്റ്റുകളെ ഒക്കെ പിയാ വരുന്നുണ്ട്. പ്രഡേറ്റേഴ്സ് ഉണ്ട്, പാരസൈറ്റുകൾ ഉണ്ട്. ആൻഡ് ദെൻ ദേ ആർ ബിലീവ്ഡ് ടു ബി പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ്. ആനിമൽസിൻ്റെ നമ്മുടെ ഒരു പൂർവികന്മാരാണ് ആര്? ഈ പ്രോട്ടോസോൺസ് എന്ന് പറയുന്നത്. സോ യൂണിസെല്ലുലാർ ഹെറ്ററോട്രോപ്സ് ആണ്. They live as predators or parasites and they believed to be the primitive relatives of animals, right? And then there are 4 major groups അല്ലേ? 4 ഗ്രൂപ്പുകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് അമീബോയ്ഡ് പ്രോട്ടോസോൺ. അമീബേനെ എല്ലാവർക്കും അറിയാം. സോ അമീബയുടെ ഗ്രൂപ്പാണ് അമീബോയ്ഡ് പ്രോട്ടോസോൺ. 2 ഫ്ലെജെല്ലേറ്റഡ് പ്രോട്ടോസോൺ. ഫ്ലെജെല്ല എന്താന്ന് ഏകദേശം എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ഫ്ലെജെല്ല വരുന്ന ഗ്രൂപ്പാണ് ഫ്ലെജെല്ലേറ്റഡ്. സീലിയ എന്താണെന്ന് അറിയാം അല്ലേ? കുഞ്ഞ് ഇതാണ് സീലിയകൾ. അപ്പോൾ സീലിയേറ്റഡ് പ്രോട്ടോസോൺ ആൻഡ് സ്പൂറോസോൺസ്. ഓക്കെ, ദെൻ ഇനിയുള്ളത് ഇതിൽ അമീബോയ്ഡ് പ്രോട്ടോസോൺസ് ആണ്, റൈറ്റ്? അമീബോയ്ഡ് പ്രോട്ടോസോൺ നമുക്കറിയാം നമ്മുടെ അമീബ ഇരിക്കുന്ന ഗ്രൂപ്പാണ് അമീബോയ്ഡ് പ്രോട്ടോസോൺ. അമീബയുള്ള ഗ്രൂപ്പ്. അമീബേനെ എല്ലാവർക്കും അറിയാം അല്ലേ? അമീബയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ഫുഡ് ബൈ സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ വച്ചിട്ട് ഫുഡ് പിടിക്കുന്നവരാണ് ആര്? അമീബ. സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ കപടപാദങ്ങൾ കണ്ട, ഇതാണ് സ്യൂഡോപോഡിയ കണ്ട. അപ്പം ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഓർഗാനിസംസിനെ എന്തിനെങ്കിലൊക്കെ പിടിച്ച് അതിങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചിട്ട് തിന്നുന്നവരാണ് ആര്? നമ്മുടെ അമീബോയ്ഡ് പ്രോട്ടോസോൺസ്. ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ഫുഡ് ബൈ സ്യൂഡോപോഡിയ. They live in fresh water, sea water, moist soil അല്ലേ? ഫ്രഷ് വാട്ടറിൽ, സീ വാട്ടറിൽ, മോയിസ്റ്റ് സോയിലൊക്കെ കാണുന്നുണ്ട്. നോക്കിയാൽ തന്നെ അറിയാം അല്ലേ? ടീച്ചർ ഭയങ്കര സ്ലോവിലാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് നല്ലോണം അറിയുന്നവർ ഇങ്ങനെ കുറച്ച് സ്പീഡിലാക്കി കണ്ടോളൂ കേട്ടോ. ഓക്കെ, ദെൻ മെറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ്. മെറൈൻ ഫോംസിൽ സിലിക്ക ഷെല്ലുകളുണ്ട് ഓൺ ദെയർ സർഫസ്. സം ഓഫ് ദം ആർ പാരസൈറ്റിക്. ഓക്കെ, അപ്പം അമീബോയ്ഡ് പ്രോട്ടോസോണിന് എക്സാമ്പിളാണ് പാരസൈറ്റിക് ആണ് എൻഡമീബ. എൻഡമീബ ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള അമീബോയ്ഡ് പ്രോട്ടിസ്റ്റാണ്. ഇപ്പോൾ അമീബയുടെ ഗ്രൂപ്പാണ് അമീബോയ്ഡ് പ്രോട്ടോസോൺ. അവിടെ പ്രത്യേകത ദേ ക്യാപ്ചർ ഫുഡ് ബൈ സ്യൂഡോപോഡിയ. ഓക്കെ, ഇനിയുള്ളതാണ് ഫ്ലെജെല്ലേറ്റഡ് പ്രോട്ടോസോൺ. ഓക്കെ, ഫ്ലെജെല്ലേറ്റഡ് പ്രോട്ടോസോൺ ഏത്? ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റിക്. ഒന്നുകിൽ ഫ്രീ ലിവിങ് ആയിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ പാരസൈറ്റിക് കാണുന്നുണ്ട്. ദേ ഹാവ് ഫ്ലെജെല്ല. ഓക്കെ, ഫ്ലെജെല്ല ഉള്ള ജീവജാലങ്ങളാണ് ഫ്ലെജെല്ലേറ്റഡ് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദേ കോസ് ഡിസീസ് ലൈക്ക് സ്ലീപ്പിംഗ് സിക്കിനാസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടാക്കുന്നവരാണ് ഈ ഫ്ലെജെല്ലേറ്റഡ് പ്രോട്ടോസോണിലെ ട്രിപ്പനോസോമ. എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ? ഫ്ലെജെല്ലേറ്റഡ് അത് കാണുന്നത് ഫ്ലെജെല്ലേറ്റഡ് പ്രോട്ടോസോണിലാണ് കേട്ടോ. സ്ലീപ്പിംഗ് സിക്കിനാസ്, ട്രിപ്പനോസോമ അത് കാണുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ഫ്ലെജെല്ലേറ്റഡ്. ഇതിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. റൈറ്റ്, എക്സാമ്പിൾ നോക്കി വെക്കുക. എന്തുവാ? സീലിയേറ്റഡ് പ്രോട്ടോസോൺ. ഓക്കെ, പേരിൽ തന്നെയുണ്ട് സീലിയേറ്റഡ് പ്രോട്ടോസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഹാവ് ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസം വിത്ത് തൗസൻഡ്സ് ഓഫ് സീലിയ. കുറേ സീലിയകൾ ഉള്ളവരാണ്. കണ്ടോ, നോക്കൂ, സീലിയ, നിറയെ സീലിയകൾ അല്ലേ? സീലിയകളെല്ലാം നമ്മുടെ പാരമീസിയാണ് അതിന് എക്സാമ്പിൾ. കണ്ടോ, സീലിയ ഉള്ള ഗ്രൂപ്പാണ് സീലിയേറ്റഡ് പ്രോട്ടോസോൺ. അടുത്ത ഗ്രൂപ്പാണ് സ്പോറോസോൺസ്.
സ്പോറോ പേരിൽ തന്നെയുണ്ട്. സ്പോറോ. ദേ ഹാവ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദർ ലൈഫ് സൈക്കിൾ. സ്പോർ പോലത്തെ സ്റ്റേജ് ഉള്ളവരാണ്, സ്പോറുകളായിട്ട് മാറുന്നത്. അപ്പം അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്പോറോസോൺ. എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുണ്ട്, പ്ലാസ്മോഡിയം. എക്സാമ്പിൾ എന്താണ്, പ്ലാസ്മോഡിയം. അത് തരുന്ന അസുഖം ഏതാണ്, മലേറിയ. മലേറിയക്ക് കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയം വരുന്നത് സ്പോറോസോൺസിലാണ്. ദെൻ ഓൾ മെമ്പേഴ്സ് ആർ പാരസൈറ്റിക് ആൻഡ് ദേ ലാക്ക് ലോക്കോമോട്ടറി ഓർഗനൽ. ഇവയൊക്കെ എന്താണ്, പാരസൈറ്റിക് ആണ്. ഇവയ്ക്ക് ലോക്കോമോട്ടറി ഓർഗനൽ ഒന്നുമില്ല അല്ലേ, ചലിക്കാനുള്ള സീലിയ ഫ്ലെജല്ല ഒന്നുമില്ലാത്ത ജീവജാലങ്ങളാണ് സ്പോറോസോൺസ്. നമ്മുടെ പ്ലാസ്മോഡിയം വരുന്നത് സ്പോറോസോൺസിലാണ്. അത് മലേറിയ ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ട്രിപ്പനോസോമ വരുന്നത് ഫ്ലിജല്ലേറ്റഡ് പ്രോട്ടോസോൺസിലാണ്. അത് സ്ലീപ്പിംഗ് സിക്നെസ്സിന് കാരണമാണ്. ദെൻ അമീബോയ്ഡ് പ്രോട്ടോസോണിൽ വരുന്നതാണ് എൻഡമീബ. യെസ്. പാരമീസിയം സീലിയേറ്റഡ് പ്രോട്ടോസോണിൽ വരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഇതിൽ അധികവും എക്സാമ്പിൾസും വെച്ചിട്ട് ഏത് ഗ്രൂപ്പിലാന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എക്സാമ്പിൾ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഏതാണ് നമ്മുടെ ഡയറ്റമീഷ്യസ് ഏർത്ത്, പിന്നെ ഡയഗ്രാം വെച്ചിട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതപ്പോൾ ഇതേപോലെയുള്ളത് മാച്ച് ദ ഫോളോയിങ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. നന്നായിട്ട് പഠിക്കുക, മെമ്മറി എപ്പോഴും ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. അത് ബയോളജി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കളർഫുള്ളായിട്ട് എഴുതി പഠിക്കുക, മറക്കുന്ന കാര്യങ്ങൾ പിന്നെയും പഠിക്കുക. ഈസി ആയിട്ടൊന്നും എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പെട്ടെന്ന് അങ്ങ് മാർക്ക് കിട്ടാം. എനിക്ക് ലക്കിന് മാർക്ക് കിട്ടിയിടോ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അതൊക്കെ പറയുന്നത് വെറുതെ. അത് നിങ്ങൾ അത് വെക്കണ്ട, പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാണ്ട് വെറുതെ മാർക്ക് കിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യണ്ടേ. ദെൻ ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നല്ല പ്ലാനിങ്ങോടെ പഠിക്കുക, നല്ല ടൈം ടേബിൾ ഇട്ട് വെക്കുക, നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.